നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഫോഴ്സ് ട്രാക്ക് സ്ക്രൂ വാൻ ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ക്രൂ വാൻ അല്ലെങ്കിൽ ട്രാക്ക് സ്ക്രൂ വാൻ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമ്മൾ അധികം കണ്ട് പരിചയമില്ലാത്ത ഫോഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ട്രാക്സ് എന്ന് പറയുന്ന വാഹനം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാര്യം പാസഞ്ചർ ട്രാൻസ്പോർട്ടിൽ ഏറ്റവും അധികം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഫോഴ്സിൻ്റെ ട്രാക്സ് എന്ന് പറയുന്ന മോഡൽ. അപ്പം നമുക്ക് ഒഫീഷ്യൽ കോൺഫിഗറേഷൻ പ്രകാരം 9+D, 11+D, 12+D എന്ന കോൺഫിഗറേഷനിലാണ് ട്രാക്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു 14 പേർക്ക് വരെ സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ഏക ഇത്രയും കപ്പാസിറ്റി ഉള്ള ട്രാൻസ്പോർട്ടേഷൻ MPV അല്ലെങ്കിൽ MUV ആണ് ട്രാക്സ്. അപ്പോൾ ആ ഒരു ട്രാക്സിൽ ബേസ് ചെയ്തിരിക്കുന്ന കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു ക്രൂ വാൻ. അപ്പോൾ ഈ ഒരു ക്രൂ വാനിന് പുറമെ നമുക്ക് ഇതേ ഒരു ചേസ് അല്ലെങ്കിൽ ഇതേ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് ക്യാഷ് വാൻ അവൈലബിൾ ആണ്. അപ്പോൾ ക്യാഷ് വാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ATMലേക്ക് പൈസ കൊണ്ടുപോകുക അല്ലെങ്കിൽ ബാങ്കിൽ നമുക്ക് പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ക്യാഷ് വാൻ. അപ്പം നമുക്ക് ഇതേ ഒരു കോൺഫിഗറേഷനിൽ ക്യാഷ് വാൻ അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് കാർഗോ വാനും അവൈലബിൾ ആണ്. അതായത് നമുക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കാർഗോ വാൻ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ട്രാക്സിൽ തന്നെ ഒരു ആംബുലൻസും വരുന്നുണ്ട്. അപ്പോൾ ഒരുപാടധികം കോൺഫിഗറേഷൻസ് ഉള്ള ഒരു മോഡലാണ് ശരിക്കും ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ, അതായത് ക്രൂ വാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ സത്യം പറഞ്ഞാലില്ല. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഈ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ആദ്യത്തെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രൂ വാനിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ട് ഫേഷൻ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് BS6 ട്രാക്സിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് ക്രൂ വാനും വന്നിരിക്കുന്നത്. ഫോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് ഗ്രില്ലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ക്രോം ലോഗോ കാണാൻ സാധിക്കും. ഗ്രില്ലിനുള്ളിൽ ചെറിയ മെഷ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഗ്രില്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് 2 റിഫ്ലക്ടർ ടേപ്സ് 2 സൈഡിലായിട്ട് ആ ഒരു ഫോഴ്സിൻ്റെ ബാഡ്ജിങ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ക്ലസ്റ്ററിലേക്ക് വരുമ്പം ഒരു ക്ലിയർ ലെൻസ് ഹാലജൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ലാമ്പ് ആയാലും നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ഹെഡ് ലാമ്പ് ആയാലും എല്ലാം ഒരു ടോട്ടൽ ഹാലജൻ യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഔട്ട്പുട്ട് നൽകുന്ന യൂണിറ്റ് തന്നെയാണ്. ചെറിയൊരു ക്രോം ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളെല്ലാം ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നില്ല. പക്ഷേ നമുക്ക് ട്രാക്സിലേക്ക് വരുമ്പം ഫോഗ് ലാമ്പ് കമ്പനി ഫിറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വീണ്ടും ഇവിടെ ഒരു റിഫ്ലക്ടർ ടേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ പർപ്പസിന് വന്ന വണ്ടിയാണ്, അതുകൊണ്ട് റിഫ്ലക്ടർ ടേപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് ബോർഡിൻ്റെ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കവറിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. വളരെ നീറ്റായിട്ടാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയിലൊന്നും ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഫോഴ്സ് വരുത്തിയിട്ടില്ല. നമ്മൾ ഗൂർക്കയിലൊക്കെ പറയുന്ന പോലെ ടോട്ടലി ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ് ശരിക്കും ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഹുഡിലേക്ക് വരുമ്പോഴും നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ക്യാരക്ടർ ലൈൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ വിൻസ്ക്രീൻ വാഷർ ജെറ്റ്സ് നമുക്ക് എക്സ്പോസ്ഡ് ആണ്, ഒറ്റൊരു ജെറ്റേ ഉള്ളൂ. അത് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ ഹുഡിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ വൈപ്പേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഫ്രെയിമിനുള്ളിൽ അലൈൻഡ് അല്ല, എന്നാലും വിസിബിലിറ്റി ഒന്നും വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. അതുകൂടാതെ നമുക്ക് സ്റ്റഗ് ഗ്ലാസ് വിൻഷീൽഡാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള എഫക്റ്റ് നൽകുന്ന രീതിയിൽ തന്നെ ഗ്ലാസസ് ഇൻസേർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് എഞ്ചിൻ ക്യാബിനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു വാഹനത്തിലും നമ്മൾ ആ ഒരു റിവ്യൂ പാറ്റേൺ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് ട്രാക്സിൻ്റെ അല്ലെങ്കിൽ ട്രാക്ക് സ്ക്രൂ വാനിൻ്റെ എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബൂട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോണറ്റ് ലിഡാണ്. അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ 2.6 CR എന്ന് പറയുന്ന 2600 cc മെർസിഡീസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല. അതുകൂടാതെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. BS6ലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് ആണ്. നമുക്ക് ക്യാബിനിൽ വലിയ രീതിയിലുള്ള ശബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന രീതിയിൽ ഫോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളും മാറിയിട്ടുണ്ട്. കാര്യം നമുക്കറിയാം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളിലും ഈ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ട്രാവലറിലായാലും. അപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് എത്രത്തോളം നീളമുള്ള ഒരു വാഹനമാണ് ട്രാക്സ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഏകദേശം 5120 mm ആണ് ടോട്ടൽ ലെങ്ത്. അതേപോലെ 3050 mm ആണ് വീൽ ബേസ്. ഹൈറ്റിലേക്ക് വരുമ്പം 2027 mm ആണ് ഹൈറ്റ് വന്നിരിക്കുന്നത്. ശരിക്കും വളരെ നീളമുള്ള ഒരു വാഹനമാണ് ട്രാക്സ്. അപ്പോൾ ട്രാക്സിൽ ബേസ് ചെയ്തിരിക്കുന്ന ക്രൂ വാനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് 15 ഇഞ്ചിൻ്റെ നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും സ്റ്റീൽ ടയേഴ്സ് ആണ്, അലോയോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് സ്റ്റീൽ ടയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബോഡി ക്ലാഡിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫെൻഡറിൻ്റെ ഭാഗത്ത് നമുക്കൊരു വെന്റിലേഷൻ യൂണിറ്റ് കാണാൻ സാധിക്കും. ഇത് ഗൂർക്കയിലും ഇതേപോലെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ഹാലജൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ലെൻസ് ആണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് FM 2.6 CRൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെർസിഡീസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് നമുക്ക് ട്രാക്സിലും വന്നിരിക്കുന്നത്.
സൈഡ് വ്യൂ മിററിലേക്ക് വരും ഒരു നോർമൽ മാനുവൽ സൈഡ് വ്യൂ മിററാണ്, എക്സ്റ്റേണലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഗൂർക്കയിൽ വന്നിരിക്കുന്ന പോലെ നമുക്ക് ആ ഒരു ലോഗോ കാര്യങ്ങളൊന്നുമില്ല, കാര്യം ട്രാക്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലോഗോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ഉള്ളിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 5+D എന്ന് പറയുന്ന കോൺഫിഗറേഷനിലുള്ള മോഡലാണ്, അതായത് 5 പാസഞ്ചേഴ്സും ഒരു ഡ്രൈവറും ആ ഒരു കോൺഫിഗറേഷനാണ്. ഡോർ ഹാൻഡിൽസിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു അകത്തുനിന്ന് വരുന്ന രീതിയിലാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. അതേപോലെ കീ ഇൻസർട്ട് ചെയ്യുന്ന ഹോള് കാണാൻ സാധിക്കും. നമുക്ക് 2+D എന്ന കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, 2 പാസഞ്ചേഴ്സും ഡ്രൈവറും. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ കാണത്തില്ല. അപ്പോൾ ബാക്ക് ക്യാബിൻ നമുക്ക് ക്ലോസ്ഡ് ആണ്, നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പോർഷനെല്ലാം കൺസീൽഡ് ആണ് ടോട്ടലി, കാര്യം കാർഗോ അല്ലെങ്കിൽ ലഗേജ് സ്പേസ് ആണ് വരുന്നത്. റിയർ ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ഒരു 15 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീൽ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്, നമുക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിലുള്ള വീൽ ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷൻ കാണാൻ സാധിക്കും, ലീഫ് സ്പ്രിങ് കാണാൻ സാധിക്കും ബാക്കിലത്തെ. അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഡ്യൂറബിളും റിലയബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഫോഴ്സിൻ്റെ. ഈ പറഞ്ഞ പോലെ മെർസിഡീസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, സർവീസ് നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഏതായാലും ഫോഴ്സിൻ്റെ ഏതൊരു മോഡലായാലും. അപ്പോൾ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് മേജർ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്ലാസ് കൺസീൽഡ് ആണ്, ബാക്കിൽ ഗ്ലാസ് വരുന്നില്ല, അതിന് പകരം അത് മെറ്റൽ ഷീറ്റ് വെച്ച് അത് ക്ലോസ്ഡ് ആണ്. ബാക്കിൽ ഒരു സ്റ്റെപ്നി ടയർ കൊടുത്തിട്ടുണ്ട്, അതും 15 ഇഞ്ച് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്നി ടയർ. അതുകൂടാതെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ സ്റ്റോക്ക് ടയർസ് ആണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്കിവിടെ പ്രൊഫൈൽ കാണാം 215/75 or 15 ഇഞ്ചിൻ്റെ ടയേഴ്സ്, സ്റ്റീൽ ടയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫോഴ്സിൻ്റെ ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഹാലജൻ ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗൂർക്കയിലൊക്കെ വരുന്ന സെയിം യൂണിറ്റ് തന്നെയാണ്, വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ അതൊരു ഹാലജൻ യൂണിറ്റ് തന്നെയാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ബമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സും റിഫ്ലക്ടേഴ്സ് കാണാൻ സാധിക്കും. അതിന് പുറമെ നമുക്ക് ആ ഒരു പാർക്കിംഗ് ഈസിനനുസരിച്ചാണ് ഒരു ബമ്പറിൻ്റെ എർഗണോമിക്സ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും താഴത്തെ ലീഫ് സ്പ്രിങ് കാണാൻ സാധിക്കും. അപ്പം എല്ലാം വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈസൻസ് ബോർഡിൻ്റെ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്താണ് വന്നിരിക്കുന്നത്. നമുക്കവിടെ 3 ഹാലജൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ബോർഡിലേക്കുള്ള. അതേപോലെ ഒരു അലുമിനിയം ഫുഡ് സ്റ്റെപ്പ് ബാക്കിലേക്ക് കയറാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാക്സിൻ്റെ ഒരു ക്രോം ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് BS6 ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ BS6 ശരിക്കും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വാഹനങ്ങളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫോഴ്സിൻ്റെ എല്ലാ മോഡലുകളും BS6 വന്നപ്പം. അതുകൂടാതെ മുകളിലായിട്ട് നമുക്ക് ഒരു ഹൈ റേസ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻറ്റ് പോലെ തോന്നുന്നു, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഹാൻഡിൽ സെയിം തന്നെയാണ് സൈഡിൽ പറഞ്ഞ പോലെ. അപ്പോൾ ബാക്ക് ഡോർ പാഡ്സിലേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് കൺസീൽഡാണ്, കാര്യം ഒരു മെറ്റൽ ഷീറ്റ് വെച്ചത് കവേർഡാണ് ആ ഒരു പോർഷൻ, കാർഗോ സ്പേസ് ആയതുകൊണ്ട് തന്നെ. തൊട്ട് താഴെ നമുക്ക് ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ ഒരു വിനൈൽ ഫിനിഷിലുള്ള ഒരു ഡോർ പാഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഈ ഒരു പോർഷന് ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിലും അതേപോലെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കാർഗോ സ്പേസ്. 1000 ലിറ്ററിൻ്റെ കാർഗോ സ്പേസ് ആണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാമറയും എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ബാക്കിലോട്ട് കയറാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ടോട്ടലി മെറ്റൽ ഷീറ്റ് വെച്ച് കവേർഡാണ്. വേറെ ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. കാര്യം കാർഗോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഇൻസുലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റോ ആയിട്ടൊരു പാർട്ടീഷൻ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഹാലജൻ ക്യാബിൻ ലാമ്പ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. ലൈറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്കൊരു ജാക്കിയും അതേപോലെ നമുക്ക് അതിൻ്റെ ലിവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ശരിക്കും പറ്റിയൊരു വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഫോഴ്സിൻ്റെ. അതുകൂടാതെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ വണ്ടി കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ ഫ്യൂൽ ഡി ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നമുക്ക് 63.5 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ഡീസൽ ടാങ്കാണ് വന്നിരിക്കുന്നത്. ബാക്ക് ഡോസിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കൊരു ഡ്യുവൽ ടോൺ കോമ്പോലൊക്കെയാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോസ് തന്നെയാണ്. നമുക്ക് ഡ്യുവൽ ടോൺ കോമ്പോലാണ് ബാക്ക് ഡോസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രൗൺ ഷെയ്ഡും അതേപോലെ ഒരു ഗ്രേ ഷെയ്ഡിൽ കാക്കി ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഡ്യുവൽ ടോൺ കോമ്പോലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് കാണാൻ സാധിക്കും. അതേപോലെ മാനുവലി നമുക്ക് റിട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഗ്ലാസസ് ആണ്. പവർ വിൻഡോസ് നമുക്ക് ട്രാക്സിൽ വരുന്നുണ്ട്, പക്ഷേ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമായതുകൊണ്ട് ക്രൂ വാൻ, അതുകൊണ്ട് ഇവിടെ വരുന്നില്ല. ഇത് പവർ വിൻഡോസ് വരുന്നില്ല. ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി ഒരു ബോക്സി ഷേപ്പിലാണ് വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അലുമിനിയം ഫുഡ് സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് കയറാൻ വേണ്ടി. ഇപ്പോൾ ഫുഡ് സ്റ്റെപ്സ് ഇല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് കയറാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഹൈറ്റ് വന്നിരിക്കുന്നത്. സീറ്റ്സിലേക്ക് വരുമ്പോൾ വിനൈൽ സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ഡ്യുവൽ ടോൺ കോമ്പോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് നമുക്ക് ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് കൺസീൽഡാണ് കാണാൻ സാധിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെയും കയറാൻ വേണ്ടി ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വണ്ടിക്കുള്ളിൽ കയറാൻ സാധിക്കും. കയറിക്കഴിഞ്ഞാൽ
സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. തൈ സപ്പോർട്ടും തെറ്റില്ലാത്ത തൈ സപ്പോർട്ടും ലംബാർഡ് സപ്പോർട്ടും ഉണ്ട്. ലെഗ് സ്പേസും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പക്ഷേ ഒരേ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല നമുക്ക് ലെഗ് സ്പേസ് ഉണ്ട്. 2 ഹാൻഡിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു നോർമൽ ഒരു ട്വൈൻ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്, ബാൻഡ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. മാഗസീൻ ഹോൾഡേഴ്സ് ബാക്കിൽ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സീറ്റിൻ്റെ ബാക്കിലും ഒരു ഹാൻഡിലും ഒരു കപ്പ് ഹോൾഡറും അതേപോലെ മാഗസീൻ ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോഴ്സ്. അപ്പോൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. ഒരൊറ്റ പൊസിഷനേ ഉള്ളൂ, എന്നാലും കംഫർട്ടബിൾ ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ 4-5 പേർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും, അത്രയ്ക്കും സ്പേസ് ഉണ്ട്. ഹാൻഡിൽ കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. 5+1 എന്ന സീറ്റിംഗ് കോൺഫിഗറേഷൻ, 5+D എന്ന സീറ്റിംഗ് കോൺഫിഗറേഷനാണ് വരുന്നെങ്കിലും നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് 5 പേർക്ക് ഇരിക്കാം. ബാക്കിൽ നമുക്ക് അതേപോലെ ഒരു ക്യാബിൻ ലാമ്പ് ആ ഒരു ഭാഗത്ത് കാണാം. റൂഫ് ലൈനർ ഒരു ഫാബ്രിക് റൂഫ് ലൈനർ തന്നെയാണ്. പാർട്ടീഷൻ വീണ്ടും നമുക്ക് കാണാം. അതൊക്കെ നല്ല രീതിയിൽ തന്നെ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ട്രാക്സ് ക്രൂ വാൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡ്യുവൽ ടോൺ കോമ്പോയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വരാം. അപ്പോൾ ഞാൻ പറയാം, ഈസി ആയിട്ട് തന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 190 mm ആണ്. അപ്പം തെറ്റില്ലാതെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഫുഡ് സ്റ്റെപ്സ് യൂസ് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും സാധിക്കും. ഡോർ ഹാൻഡിൽസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഗൂർക്കയിലും ഈ ഒരു സെയിം ഡോർ ഹാൻഡിൽ യൂണിറ്റ് തന്നെയാണ് പുതിയ ഗൂർക്കയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ പാഡ്സ് ഡ്യുവൽ ടോൺ കോമ്പോയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ, ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആംറസ്റ്റ് പോലൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽസ് കാണാൻ സാധിക്കും. അതിന് പുറമെ നമുക്ക് വീണ്ടും ആ ഒരു ഗ്ലാസ് താഴ്ക്കുന്ന ഒരു ലിവർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു പോർഷനിലായിട്ട് വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താ പറയുക, കീ കാണാം. അപ്പോൾ കീ എന്ന് പറയുന്നത് നമ്മൾ ട്രാവലറിലൊക്കെ കാണുന്ന സെയിം കീ തന്നെയാണ്. നമുക്ക് സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഗൂർക്കയിൽ സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ട്രാക്സിൽ നമുക്ക് ഈവൻ ഈ ഒരു ക്രൂ വാനിൽ നമുക്ക് നോർമൽ കീ ആണ് വന്നിരിക്കുന്നത്. പെഡൽസിൻ്റെ പൊസിഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഡെഡ് പെഡലോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു നോർമൽ സെറ്റപ്പ് തന്നെയാണ്. ഹെഡ് ലാമ്പ് ലെവലർ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് AC വെൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബേസിക്കലി AC വെൻസ് വരുന്നില്ല. പക്ഷേ ഈ ഒരു വണ്ടിയിൽ AC ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഫിറ്റ് ആയിട്ട് AC വന്നിട്ടുണ്ട് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് സീറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു വിനൈൽ സീറ്റ്സ് തന്നെയാണ്. ബാക്കിൽ പറഞ്ഞ പോലെ ഒരു ഡ്യുവൽ ടോൺ കോമ്പോയിൽ കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് നമുക്ക് ഡ്രൈവർ വരുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരാം. ഒരു നോർമൽ സ്റ്റിയറിംഗ് കോളം തന്നെയാണ്. നോർമൽ ഷേപ്പ് തന്നെയാണ്. നമുക്ക് ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല. നടുക്ക് ഫോഴ്സിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്ക് യൂണിറ്റ് ആണ്. അപ്പോൾ അതിൽ വേറെ ഡിസൈൻ എലമെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു സാധാ ഒരു നോർമൽ സ്റ്റിയറിംഗ് കോളം. അടുത്തതായിട്ട് നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരാം. മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രാവലറിലെല്ലാം കാണുന്ന ഒരു ചെറിയ വേർഷനാണ് ഈ ഒരു മീറ്റർ കൺസോൾ. സെയിം ടു സെയിം യൂണിറ്റ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും റൈറ്റ് സൈഡിൽ സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമുക്ക് MID സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് ടു MTയും അതേപോലെ ഇതും കാര്യങ്ങളെല്ലാം നമ്മുടെ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കൺസോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ട്രാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാക്ടറി ഫിറ്റ് ആയിട്ട് കെൻവുഡിൻ്റെ ഒരു നമ്മൾ ഗൂർക്കെ കാണുന്ന യൂണിറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണലി വേറെ വാങ്ങി വെക്കാം. 2 AC വെൻസ് 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്യുവൽ ടോൺ കോമ്പോ വരുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കുന്നുണ്ട്. താഴെയായിട്ട് നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് കാണാം. അതേപോലെ DPFൻ്റെ സ്വിച്ച് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് AC-യുടെ ഫാൻ കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വാഹനം കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് AC ഫാക്ടറി ഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് അതിനുള്ളൊരു പ്രൊവിഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ AC വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ വണ്ടി വാങ്ങാവുന്നതാണ്. 12 വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഒരു അഡാപ്റ്റർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. നമുക്ക് 5 സ്പീഡാണ് വന്നിരിക്കുന്നത്. FM 2.6 CR എന്ന് പറയുന്ന എഞ്ചിന് നമുക്ക് ഒരേ ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ബാക്കിലൊരു മാനുവൽ പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിനും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 12 വോൾട്ടിൻ്റെ ആക്സറി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്റ്റേണൽ അഡാപ്റ്റർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചാർജ് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് ടൈറ്റ് ആണത്. അപ്പം നമുക്ക് അവിടെ ഒരു പോർട്ടാണ്. അപ്പോൾ അതിന് ചുറ്റി ചെറിയ ഇലുമിനേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രാത്രി പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഫോഴ്സിൻ്റെ വലിയൊരു ബോൾഡായിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് DPFൻ്റെ കോഷൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വന്നിരിക്കുന്നത്. അതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. 2 ഒരു ഡിവിഷനായിട്ട് അല്ലെങ്കിൽ 2 തട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്ര വലുതല്ല, എന്നാലും ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്.
കോ പാസഞ്ചർ സൈഡിൽ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിററോ കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ റെഗുലർ സൺവൈസറാണ്. അതേപോലെ നമുക്ക് മാനുവലി ഡിം ചെയ്യാൻ സാധിക്കുന്ന IRVM കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് IRVM കൊണ്ട് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഉപയോഗമില്ല. കാര്യം നമുക്ക് ബാക്ക് കൺസീൽഡ് ആയതുകൊണ്ട് നമുക്ക് ബാക്ക് കാണാൻ സാധിക്കും. പക്ഷേ IRVM മാനുവലി ഡിം ചെയ്യാൻ IRVM കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസറിൽ നമുക്ക് ചെറിയൊരു ടോൾ റെസീറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു ക്യാബിൻ ലാമ്പ്, ഒരു ഹാലജൻ ക്യാബിൻ ലാമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. നോർമൽ ഫാബ്രിക് റൂഫ് ലൈനർ തന്നെയാണ്. നമുക്ക് എന്താ പറയുക, പ്രീമിയമോ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു സീറ്റിൽ നമുക്ക് 2 പേർക്ക് ഇരിക്കാൻ സാധിക്കും. പക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പേർക്ക് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇരിക്കാം. കാര്യം ട്രാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. എല്ലാ കാലത്തും ട്രാക്സ് മാക്സിമം കപ്പാസിറ്റിയുള്ള ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കമാൻഡിംഗ് ആയിട്ടുള്ള സീറ്റിംഗ് പോസ്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. കാര്യം അത്യാവശ്യം പൊക്കമുള്ള ഒരു വണ്ടി ആയതുകൊണ്ട്. എന്നാൽ ഗൂർഖ പോലെ അത്ര പൊക്കം ഇല്ലതാണ്. അപ്പം നമുക്ക് കംഫർട്ടബിളായിട്ട് കയറി ഇറങ്ങാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത് ട്രാക്സിൻ്റെ കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ വരുന്ന ക്രൂ വാൻ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ നമ്മൾ അധികം അങ്ങനെ കണ്ടു വന്നിട്ടില്ലാത്തൊരു വാഹനമാണ് ഈ ഒരു ക്രൂ വാൻ. കാര്യം അത്ര ഫേമസ് അല്ല, പക്ഷേ ഉണ്ട്, നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് നോർത്തിലോട്ടൊക്കെ പോയ ഒരുപാട് യൂട്ടിലിറ്റി സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. എന്നാലും നമ്മൾ അധികം പെട്ടെന്ന് കേട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഈ ഒരു ക്രൂ വാൻ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഫിലിം ഷൂട്ടിങ്ങിനായാലും വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലായാലും കമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. മൾട്ടിപ്പിൾ സീറ്റിംഗ് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത് 5+D എന്ന് പറയുന്ന കോൺഫിഗറേഷനാണ്. നമുക്ക് 2+Dയിലും, അതായത് 2 പാസഞ്ചേഴ്സും ഒരു ഡ്രൈവർ, അതായത് നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ കാണത്തില്ല, ഫസ്റ്റ് റോ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കോൺഫിഗർ ചെയ്യാം. ഈ ഒരു മോഡലിൽ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ക്യാഷ് വാൻ വരുന്നുണ്ട്, ഡെലിവറി വാൻ വരുന്നുണ്ട്, അതുപോലെ ആംബുലൻസും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും വളരെ നല്ലൊരു മോഡൽ തന്നെയാണ് ശരിക്കും ട്രാക്സ്. ഒരുപാടധികം കോൺഫിഗറേഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്.